നല്ല സൂപ്പർ സോഫ്റ്റ് ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചീസ് കേക്ക്. സൂപ്പർ ഒരു ഡെസേർട്ടാണ് കേട്ടോ. നോ ബേക്ക് ചീസ് കേക്കാണ് ഇന്നത്തെ റെസിപ്പി. ബ്ലൂബെറി ചീസ് കേക്ക് വളരെ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമുക്കിത് ഉണ്ടാക്കാം. അപ്പോൾ അതെങ്ങനെയാണ് ഉണ്ടാക്കേണ്ടതെന്ന് നോക്കാം. ഇത് നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ഇതിന് നമ്മുടെ ബേക്കിംഗ് ഒന്നും അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ കേക്ക് ഉണ്ടാക്കാനായിട്ട് ആദ്യം നമ്മുടെ കേക്കിൻ്റെ ബേസ് എന്താണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ് കേട്ടോ ഉപയോഗിക്കുക. ചീസ് കേക്കിൻ്റെ ബേസ് ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റാണ്. അപ്പോൾ ആ ഉപ്പും മധുരവും ഒക്കെ കൂടി ചേർന്നത്. ഇവിടെ ഒരു 16 എണ്ണം ഞാൻ എടുത്തിട്ടുണ്ട്. എൻ്റെ കേക്കിൻ്റെ ട്രേ 24 സെൻറ്റിമീറ്റർ ഉള്ളതാണ് കേട്ടോ. അതിലേക്ക് 16 മുതൽ 18 വരെ ഇടാം. ഇതൊരു തിന്നായിട്ടുള്ള ലെയറിലേ ഞാൻ ചെയ്തിട്ടുള്ളൂ, ഒരുപാട് തിക്ക് ലെയർ അല്ല. ഇതിനെ ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ട് വരാം. ഇപ്പം ഞാൻ എന്താ പൊടിച്ചെടുത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്കൊരു 1/3 കപ്പ് മെൽറ്റഡ് ബട്ടറാണ് ഇട്ട് കൊടുക്കുന്നത്. നന്നായി ഒന്ന് മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി. ഇപ്പോൾ അത് തമ്മിൽ നല്ലോണം ജോയിൻ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് 1/3 കപ്പ് പോരാ എന്ന് നിങ്ങൾക്കത് മിക്സ് ചെയ്യുമ്പോൾ പോരാ എന്ന് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി ഇടണം കേട്ടോ. ഇനി നമ്മൾ ഉപയോഗിക്കുന്ന ട്രേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന കേക്ക് ടിന്നാണ് നമ്മുടെ ചീസ് കേക്കിനായിട്ട് ഉപയോഗിക്കുക. അങ്ങനെയുള്ളതിൽ വെച്ചാൽ നമുക്ക് കേക്ക് സെർവ് ചെയ്യാനും എടുക്കാനും പറ്റുകയുള്ളൂ. അതിലേക്ക് കുറച്ച് മെൽറ്റ് ചെയ്തിട്ടുള്ള ബട്ടർ ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ ഈ കേക്കിൻ്റെ ടിന്നിലേക്ക് ബിസ്ക്കറ്റും മെൽറ്റഡ് ബട്ടറും കൂടിയുള്ള മിക്സിനെ ഇട്ട് കൊടുക്കാം. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ബിസ്ക്കറ്റും ബട്ടറും കൂടി നിങ്ങൾക്ക് കൈകൊണ്ട് പിടിക്കുമ്പോൾ അത് ജോയിൻ ആവണം കേട്ടോ. അങ്ങനെയുള്ള പരുവത്തിൽ ചെയ്താൽ മാത്രമേ ഈ ബേസ് കറക്റ്റ് ആവുള്ളൂ. ഇല്ല എങ്കിൽ പൊടിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ പൊടിഞ്ഞ് നമുക്ക് എടുക്കാൻ പറ്റാതാവരുത്. അപ്പോൾ നിങ്ങളുടെ ബട്ടറിൻ്റെ അളവ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി ഇതുമാതിരി എല്ലാ ഭാഗവും കറക്റ്റായിട്ട് നമ്മൾ പ്ലെയിൻ ആക്കി കൊടുക്കുക. അതിനായിട്ട് ഇതെങ്ങനെ ഒരു അടി പരന്നൊരു പാത്രം എടുത്തിട്ട് അങ്ങനെ അമർത്തി കൊടുക്കണം കേട്ടോ. അപ്പോഴേ അത് സെറ്റായി വരുള്ളൂ. ഇനി ഇതിനെ ഒരു മണിക്കൂറോളം ഞാൻ ഫ്രിഡ്ജിൽ കൊണ്ടുപോയിട്ട്, ഫ്രീസറിലല്ല ഫ്രിഡ്ജിൽ അടച്ചിട്ട് നമുക്ക് അരമണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്കിത് വയ്ക്കാം. ഇനി ആ ഒരു സമയം കൊണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീമും അതിന് ബാക്കിയുള്ളതും റെഡിയാക്കണം. അപ്പം ഞാനിവിടെ ഡ്രീം വിപ്പിൻ്റെ ഒരു പാക്കറ്റാണ് ഉപയോഗിക്കുന്നത്. ഡ്രീം വിപ്പിന് 2 പാക്കറ്റിൻ്റെയാണ് അത്. അതിലൊരു 125 ml മാത്രമേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. അതിലേക്ക് 115 ml ആണ്, 115 ml ആണ് അവർ ചേർത്താൻ പറഞ്ഞിട്ടുള്ളത്. പാലും തണുത്ത പാലാണ് കേട്ടോ എപ്പോഴും ഒഴിക്കേണ്ടത്. അതുപോലെ ബീറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ വിപ്പിംഗ് ക്രീം ഉണ്ടാക്കുമ്പോൾ ആ പാത്രവും ബീറ്ററും ഒക്കെ ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുത്തത് ഉപയോഗിക്കാം കേട്ടോ, ബീറ്ററുമൊക്കെ. അപ്പം നന്നായിട്ട് ബീറ്റ് ചെയ്ത് കിട്ടും. നല്ല ഹൈ സ്പീഡിൽ തന്നെയാണ് ബീറ്റ് ചെയ്യേണ്ടത്. എനിക്ക് പാല് വാങ്ങിയിട്ട് ആ വിപ്പിംഗ് ക്രീമിൻ്റെ ഈ മിക്സ് വാങ്ങിക്കുമ്പോഴാണ് എൻ്റെ വിപ്പിംഗ് ക്രീം എപ്പോഴും പെർഫെക്റ്റായിട്ട് ഫീൽ ചെയ്യാറ്. അതുകൊണ്ടാണ് ഞാൻ ഡ്രീം വിപ്പ് ഉപയോഗിക്കുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ വിപ്പിംഗ് ക്രീം കംഫർട്ടബിൾ അത് ഉപയോഗിക്കാം. ഇതിൽ ഒരുപാട് വിപ്പിംഗ് ക്രീമിൻ്റെ ആവശ്യമില്ല. കണ്ടോ, നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായി അടിച്ച് വന്നിട്ടുണ്ട്. ഇതെങ്ങനെ താഴത്തെ വീഴാത്ത പരുവത്തിലായിരിക്കണം കേട്ടോ വിപ്പിംഗ് ക്രീം. അപ്പം നന്നായി ഫ്ലഫി ആയിട്ട് വന്നിട്ടുണ്ട് നമ്മുടെ വിപ്പിംഗ് ക്രീം. ഇനി നമുക്ക് ഇതുപോലെ തന്നെ ബാക്കി ഇതിനെ ഞാൻ പാത്രത്തിലേക്ക് മാറ്റുന്നുണ്ട്. ഇനി ക്രീം ചീസാണ് ഇതിന് ഉപയോഗിക്കുന്നത്. കുക്കിംഗ് ബ്ലോക്ക് എന്ന് പറഞ്ഞിട്ട് കിരിയുടെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഫിലാഡൽഫിയുടെ ആണെങ്കിലും നല്ലത്. ഫിലാഡൽഫിയും കിരിയും നന്നായിട്ടുണ്ട് കേട്ടോ. ഫിലാഡൽഫി ആണെങ്കിലും നിങ്ങൾ കുക്കിംഗ് ബ്ലോക്ക് ചീസാണ് ഉപയോഗിക്കേണ്ടത്, ക്രീം ചീസായിട്ടുള്ളത് ഉപയോഗിക്കരുത്. ഇതിന് ഇത്തിരി ഉപ്പിൻ്റെ അംശം കുറവായിരിക്കും. ഞാനിവിടെ 600 ഗ്രാമാണ് ഉപയോഗിക്കുന്നത് കേട്ടോ. 24 സെൻറ്റിമീറ്ററിന് 800 ഗ്രാം ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റിൽ കിട്ടും. നിങ്ങൾ അതിനേക്കാൾ ചെറിയ ബേക്കിംഗ് ട്രേ ആണോ ഉപയോഗിക്കുന്നത് വെച്ചാൽ 400 ഗ്രാം മതിയാവും കേട്ടോ. ഇനി അതുപോലെ തന്നെ നിങ്ങൾ ഈ ചീസ് ഉപയോഗിക്കുമ്പോൾ എപ്പോഴും കുറച്ച് വെച്ചിട്ട് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം കുറച്ച് നേരം ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ച് റൂം ടെമ്പറേച്ചർ ആയതിന് ശേഷം മാത്രം അതിനെ ഇങ്ങനെ മിക്സ് ചെയ്യാൻ നോക്കാം കേട്ടോ. ഇത് സാധാരണ നമ്മുടെ ബീറ്റർ വെച്ച് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവിടെയും തെറിച്ച് ബുദ്ധിമുട്ടായി. അതുകൊണ്ട് തന്നെ ഞാൻ സ്പൂൺ കൊണ്ടാണ് ആദ്യം മിക്സ് ചെയ്തത്. പിന്നെ ഞാനൊരു ഹാൻഡ് ബീറ്റർ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുന്നതേ ഉള്ളൂ. ഇതാ മിക്സ് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ഇടണം. കുറച്ച് വാനില പൗഡറാണ് ഞാൻ ഇട്ടത്. ഇനി ഒരു 250 ml പൊടിച്ച പഞ്ചസാരയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതിനെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പഞ്ചസാരയും കൂടി ആകുമ്പോഴേക്കും ഇത് നല്ലവണ്ണം ഒന്ന് ലൂസായി കിട്ടും. പഞ്ചസാരയുടെ പൊടിയാകുമ്പോൾ നിങ്ങൾക്ക് മധുരം നല്ലവണ്ണം വേണമെങ്കിൽ കുറച്ചും കൂടി പഞ്ചസാരയുടെ പൊടി നിങ്ങൾക്ക് ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ടേസ്റ്റ് ചെയ്ത് തോന്നുകയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതലിടാം കേട്ടോ. ഇപ്പോൾ ഇത് കണ്ടോ, നന്നായി ബീറ്റ് ചെയ്ത് വന്നിട്ട് ഓവർ ബീറ്റ് ചെയ്യരുത്. ഇത് വെള്ളം പോലെ ഒന്നും ആവരുത് കേട്ടോ. ഇത് കണ്ടോ, ഇപ്പം ഞാനിത് സ്പാറ്റിൽ എടുത്തിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടീഷനിലേക്ക് നമ്മുടെ ക്രീം ചീസ് മാറിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ആഡ് ചെയ്യേണ്ടത് നമ്മുടെ എടുത്ത് വെച്ചിട്ടുള്ള വിപ്പിംഗ് ക്രീമാണ് കേട്ടോ. ഇതിൽ ആക്ച്വലി വിപ്പിംഗ് ക്രീം ഒരുപാട് ആവശ്യമില്ല. ഇത് ഒരുപാട് പോറിങ് കൺസിസ്റ്റൻസിയിലാവരുത് കേട്ടോ. അപ്പോൾ പോറിങ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നിങ്ങൾ ജലാറ്റിനോ അഗറോ
ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഇതിനെ ഒന്ന് ടൈറ്റാക്കി വെച്ച് കഴിഞ്ഞിട്ട് സെറ്റ് ചെയ്യുമ്പോൾ ടൈറ്റായി വരുമായിരിക്കും. ഞാൻ ഇതിൽ അഗറഗറും ഒന്നും തന്നെ ഈ ക്രീം ചീസിൽ മിക്സ് ചെയ്തിട്ടില്ല. ഇത് കണ്ടോ, നമ്മുടേത് നന്നായി ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാനേ പറ്റുള്ളൂ, അതല്ലാതെ ഒരുപാട് നേരം ഇട്ട് അടിക്കാനൊന്നും പാടില്ല. അപ്പോൾ അത് നമ്മുടെ പെർഫെക്റ്റ് ആയിട്ടുണ്ട്. ഇതാ അപ്പോൾ തണുത്തത് നമ്മുടെ ബിസ്ക്കറ്റിൻ്റെ ബേസിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. കണ്ടോ, ഇങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇട്ട് കൊടുക്കേണ്ടത് കേട്ടോ. ഓവറായിട്ട് പോറിങ് കൺസിസ്റ്റൻസിയിലല്ല ഞാൻ ഒഴിക്കാറ്. ഞാൻ 1-2 പ്രാവശ്യം പോറിങ് കൺസിസ്റ്റൻസിയിൽ ഒഴിച്ച് നോക്കി, പക്ഷെ അത് അത്രയും പെർഫെക്റ്റായി വന്നില്ലായിരുന്നു. ഇനി എല്ലാവിടെയും ഒരേപോലെ ആക്കി കൊടുക്കാം കേട്ടോ. ഇതിന് നിങ്ങൾക്ക് ഹൈറ്റ് കൂടുതൽ വേണം, കുറച്ചും കൂടി ചീസിൻ്റെ കണ്ടൻറ്റ് വേണം എന്നുണ്ടെങ്കിൽ 800 ഗ്രാംസ് ഉപയോഗിക്കാം. ഇതിനൊരു 3 മണിക്കൂർ ഞാൻ തണുപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ബ്ലൂബെറിയുടെ ജെല്ലാണ് വരിക. അതിനായിട്ട് കുറച്ച് അഗർ ചൈന ഗ്രാസ് എടുത്തിട്ട് ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കാൻ പോണേ. എൻ്റെ കയ്യിൽ നിന്ന് ഒരു പിടി ചൈന ഗ്രാസ് ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. കാരണം ഒരു 10 ഗ്രാംസ് മുതൽ 15 ഗ്രാംസ് വരെ ഉണ്ടാവും. ഇതൊന്ന് വെള്ളം ജസ്റ്റ് ഇതിൻ്റെ മുകളിലേക്ക് ആവുന്നത്ര വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്നിരുന്നൊരു അരമണിക്കൂറോളം ഞാൻ വെള്ളത്തിലിട്ട് വയ്ക്കുന്നുണ്ട് കേട്ടോ. നമുക്ക് ബ്ലൂബെറിയാണ് എടുക്കുന്നത്. ഒരു 200 ഗ്രാം ബ്ലൂബെറി, ഒരു 125 ml ഞാൻ വെള്ളം ഒഴിക്കുന്നുണ്ട് കേട്ടോ. ഇതൊന്ന് നന്നായി ഒന്ന് വെന്ത് കുറുകട്ടെ. ഒരുപാട് നേരമൊന്നും വേണ്ട, 5 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും ഇത്. ഇപ്പം ഇതാ നന്നായി ഒന്ന് പീസായി തുടങ്ങി, അതൊന്ന് കുക്കായി തുടങ്ങിയിട്ടുണ്ട്. അതൊന്ന് കുക്കാവട്ടെ. ഇതൊന്ന് കട്ടിയാവണം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഈ ബ്ലൂബെറി ചീസ് കേക്കിൽ ജെല്ലി കുറച്ച് കനത്തിലുള്ള ജെല്ലിയാണ് ഉണ്ടാക്കിയത്. ഇത്ര വേണ്ട, വളരെ തിൻ ലെയർ മതിയെങ്കിൽ നിങ്ങൾക്ക് ഇതിനൊക്കെ ക്വാണ്ടിറ്റി റെഡ്യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് മധുരമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. എനിക്കൊരു 5 ടേബിൾ സ്പൂണോളം മധുരം ഇതിലേക്ക് വേണ്ടി വന്നു. ഒരുപാട് മധുരത്തിലെല്ലാം നമ്മൾ പൊതുവേ ഈ ബ്ലൂബെറീസും ഈ ജെല്ലിയൊന്നും ഇടുക. ഒരു ലൈറ്റ് മധുരമേ അതിനാവശ്യമുള്ളൂ. ഇതിന് നിങ്ങൾക്ക് ആവശ്യത്തിനുള്ള മധുരം ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് കുറുകുന്നവരെ വയ്ക്കുക. ഇത് കണ്ടോ, ഒന്ന് കുറുകി അതിൽ സ്ലഷ് അതിൻ്റെ ഫുള്ളായിട്ട് പീസൊന്നും ഉടഞ്ഞ് ഫുള്ള് പോകരുത്, കുറച്ചൊക്കെ പീസ് കിടക്കണം കേട്ടോ. അപ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ്. ഇപ്പം ഇത് ഈ കൺസിസ്റ്റൻസി ആയപ്പോൾ ഞാനിത് ഓഫ് ചെയ്തിനി തണുക്കാൻ വെക്കണം കേട്ടോ. തണുത്തതിന് ശേഷം മാത്രമേ ഞാനിതിലേക്ക് അഗർ ഇടുന്നുള്ളൂ. ഒരു അരമണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ ഈ അഗറിനെ എടുത്ത് വേവിക്കാൻ പോവാണ്. വേവിക്കല്ല, അതിനെ ജസ്റ്റ് ഒന്ന് കുക്ക് ചെയ്യാൻ പോവാണ്. ഇതിൽ അഗർ ഇട്ട് കഴിഞ്ഞിട്ട് നമുക്ക് ആ കാണുന്ന പീസസ്, അതായത് ഒന്നുമില്ല ഫുള്ളായിട്ട് ഇതുപോലെ വെള്ളം പോലെ ആവുന്നവരെ നമുക്കതിനെ ഒന്ന് കുറുക്കിയെടുക്കാം. കണ്ടോ, ഇപ്പം ഫുള്ള് വെള്ളം പോലെ ആയിട്ടുണ്ട് അഗർ. ഇനി ഇതിനെ നമുക്ക് ഇത് തണുക്കാനൊന്നും ചെയ്യരുത്. ഇതിനെ നമുക്ക് നേരെ തണുത്ത ബ്ലൂബെറി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇതപ്പോൾ ഇത് തണുത്തിട്ടുണ്ട് കേട്ടോ. തണുത്തതിലേക്കാണ് ഒഴിച്ചു കൊടുക്കുന്നത്. കുറച്ചായി ഒഴിച്ച് ഇതിനെ മിക്സ് ചെയ്യാം. ഞാൻ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് ഇപ്പം ഇത്രത്തോളം തിക്കായിട്ടുള്ള ജെല്ലി വേണ്ടെങ്കിൽ ഇതിൻ്റെ അളവൊക്കെ നല്ലവണ്ണം കുറയ്ക്കാം. കുറച്ച് ചെയ്താൽ മതി. ഇപ്പം ഇതാ ഈ ഒരു ലൈറ്റ് ചൂടോടുകൂടി തന്നെ ഞാനിതിനെ, കാരണം അഗർ സെറ്റ് ആവരുത്, അതുകൊണ്ട് നമ്മുടെ ഒരു 3 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ള ക്രീം ചീസിൻ്റെ അതിലേക്ക് മെല്ലെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒന്നിച്ച് പെട്ടെന്ന് അങ്ങോട്ട് ഒഴിക്കരുത്, വളരെ മെല്ലെ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിനെ ഒന്ന് തണുക്കാനായിട്ട് ഒരു 4 hours ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെച്ചിട്ടുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ. അപ്പം 4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതാ ജെല്ലിയൊക്കെ സൂപ്പറായി സെറ്റായിട്ടുണ്ട് കേട്ടോ. ജെല്ലിയും ക്രീം ചീസും ഒക്കെ സെറ്റായി വന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനെ ഓപ്പൺ ചെയ്തിട്ട് പുറത്തേക്ക് എടുക്കാൻ പോവാണ്. ഇതിനെയാണ് ഇങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ തന്നെ എടുക്കണം എന്ന് പറയുന്നത്. നമ്മുടെ കേക്ക് ടിന് ഇങ്ങനെ ഊരുന്ന പാകത്തിലാവണം എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ കാണുമ്പോൾ കണ്ടോ, ജെല്ലിയുടെ ഭാഗമാണ് നിങ്ങൾക്ക് കൂടുതൽ തോന്നുക, പക്ഷെ കട്ട് ചെയ്യുമ്പോൾ എല്ലാ ഭാഗവും ഒരേപോലെ തന്നെയാണ് ഉള്ളത്. ഇത്ര ജെല്ലിയുടെ വലിപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ ജെല്ലിയുടെ ക്വാണ്ടിറ്റി കുറയ്ക്കാം. അപ്പോൾ ഇതാ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. സൂപ്പറായിട്ടുണ്ടെന്നാണ് ഇവിടെ കഴിച്ചവരൊക്കെ പറഞ്ഞത് കേട്ടോ. ഞാനും ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ട് എന്ന്. കണ്ടോ, മുകളിൽ ബ്ലൂബെറിയുടെ ജെല്ലി, താഴത്ത് നമ്മുടെ ക്രീം ചീസ്, അതിൻ്റെയും താഴെ ഡൈജസ്റ്റീവ് ബിസ്ക്കറ്റ് ഇഷ്ടമല്ലാത്തവർക്ക് വേറെ ഏതെങ്കിലും ബിസ്ക്കറ്റ് ഉപയോഗിക്കാം. ഇതൊന്ന് കട്ട് ചെയ്ത് കഴിച്ച് നോക്കട്ടെ കേട്ടോ, എന്താ ടേസ്റ്റ് എന്ന്. സൂപ്പറായിട്ടുണ്ട്, വെറുതെ പറയല്ല കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ബ്ലൂബെറി ചീസ് കേക്ക് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുപോലെ ചോക്ലേറ്റ് ചീസ് കേക്കിൻ്റെ റെസിപ്പിയും തിരാമിസുവിൻ്റെ റെസിപ്പിയൊക്കെ ഇട്ടിട്ടുണ്ട്. അതിലെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലേക്ക് കൊടുക്കാം കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി അഭിപ്രായങ്ങൾ പറയും. വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.